ഏവർക്കും എംഫേവർ ലേണിംഗ് ആപ്പിലെ മറ്റൊരു പ്രധാന ക്ലാസ്സിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ പി എസ് സിയുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കറപ്ഷൻ എന്ന് പറയുന്നത്. അതായത് കറപ്ഷനുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നടത്തി വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കുന്നത് 1988 അഴിമതി നിരോധന നിയമവും പുതുതായിട്ട് IPCക്ക് പകരം 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിരിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ക്ലാസ് ആയതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഒരു ഡീപ്പായിട്ടുള്ള പഠനം നമ്മൾ ഈ ഒരു ടോപ്പിക്ക്, അതായത് ഇന്നിപ്പോൾ പഠിക്കുന്ന ഈ ടോപ്പിക്കിൽ എല്ലാ സെക്ഷൻസും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, അതേ പരീക്ഷയ്ക്ക് വരികയുള്ളൂ. ഇതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ലോക്പാൽ, ലോകായുക്ത, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ അല്ലേ. ഇപ്പോൾ CBI ആണെങ്കിലും അതിനുശേഷം നമ്മൾ പഠിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആയാലും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, ഈ പറയുന്ന മണി ലോണ്ടറിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ PSCയുടെ ഒരു ട്രെൻഡിങ് ടോപ്പിക്കായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, സോ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ പറയുന്ന ക്ലാസ്സിൻ്റെ നോട്ട് എംഫേവർ ലേണിംഗ് ആപ്പിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം എംഫേവർ കേരള PSC എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ ചാനലിൽ ജോയിൻ ചെയ്ത് തന്നെ ഏറ്റവും പുതിയ രീതിയിൽ PSCക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം. ഓക്കെ, സോ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 ആണ് 1988 അഴിമതി നിരോധന നിയമം. ഈ ഒരു നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ് എന്നത് മാത്രമല്ല, ലോകത്തെവിടെയൊക്കെ ഇന്ത്യൻ പൗരന്മാരുണ്ടോ അവരൊക്കെ ഈ പറയുന്ന നിയമപരിധിയിൽ വരുന്നുണ്ട്. സോ ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഓവർ ഇന്ത്യ ആൻഡ് ആൾസോ എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും ഈ പറയുന്ന നിയമം ബാധകമാണ്. ഇന്ത്യയിൽ താമസിക്കുന്നവരായാലും മറ്റ് അന്യ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കുമെല്ലാം ഈ ഒരു നിയമം ഒരേപോലെ ബാധകമാണ്. ഇനി ഈ ഒരു നിയമത്തിലാകെയുള്ള ചാപ്റ്റേഴ്സ് അഥവാ ഭാഗങ്ങൾ 5 ആണ്. 5 ഭാഗങ്ങളിലായിട്ട് ആകെ സെക്ഷൻസ് അഥവാ വകുപ്പുകൾ 31 നമ്മുടെ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് 1988 സെപ്റ്റംബർ 9 PSC ചോദിച്ചതാണ്. അഴിമതി നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1988 സെപ്റ്റംബർ 9 എന്നുള്ളത് പഠിച്ചു വെക്കുക. നമുക്ക് ഈ പറയുന്ന 31 വകുപ്പുകളും പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ തരുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട പോയിന്റുകൾ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും സർക്കാർ ഏജൻസികളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും പൊതുസേവകരുടെ പബ്ലിക് സർവൻസ് അഴിമതികളെ നേരിടാൻ പാർലമെന്റ് നടപ്പാക്കിയ നിയമമാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അല്ലെ, ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമെല്ലാം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇവരെയാണ് നമ്മൾ പബ്ലിക് സർവൻസ് അഥവാ പൊതുസേവകർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പൊതുസേവകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ, അതായത് ഈ ഒരു നിയമത്തിൽ ഉൾപ്പെടുന്ന പൊതുസേവകർ ആരൊക്കെയെന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അവിടെ ഇരിക്കട്ടെ. എന്നിരുന്നാൽ കൂടിയിട്ടും പൊതുസേവകരുടെ അഴിമതിയെ തടയുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് ഇതെന്നുള്ളത് പഠിക്കുക. പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്ത് മുന്നേ ഉണ്ടായിരുന്ന 3 നിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ടാണ് 1988 ഇത്തരത്തിലൊരു നിയമം പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. 1947 അഴിമതി നിരോധന നിയമം, 1952 ക്രിമിനൽ ഭേദഗതി നിയമം, അതുപോലെ തന്നെ IPC വകുപ്പ് 161 മുതൽ 165 വരെ, അതായത് പൊതുസേവകർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന 3 കാര്യങ്ങളെ ഏകീകരിച്ചുകൊണ്ട് 1988 പൊതുസേവകരുടെ അഥവാ പബ്ലിക് സർവൻസിന്റെ അഴിമതി നേരിടുന്നതിനും തടയുന്നതിനും വേണ്ടിയിട്ടാണ് പാർലമെന്റ് ഇത്തരത്തിലൊരു പുത്തൻ നിയമം അന്ന് പാസ്സാക്കിയത്. പാസ്സാക്കിയതിന് ശേഷം ഈ പറയുന്ന നിയമത്തിന് കാലത്തിനനുസൃതമായിട്ടുള്ള ഭേദഗതികളും പാർലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഭേദഗതികൾ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ പോയിന്റ് ആണ്. നമ്മുടെ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിയമത്തിലെ സുപ്രധാന വകുപ്പാണ് വകുപ്പ് 2A. വകുപ്പ് 2-ൽ സബ് ക്ലോസ് A എന്നാണ് നമ്മൾ പറയുന്നത്. വകുപ്പ് 2-ൽ A എന്ന് പറയുന്നത്
തെരഞ്ഞെടുപ്പ്, അതായത് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെലക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഒരു അർത്ഥം കൊടുക്കുന്നത്. പാർലമെന്റ് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, പൊതു അധികാരികളുടെ തിരഞ്ഞെടുപ്പ്. അതായത് നമ്മുടെ ഈ ഒരു നിയമം എന്താണ് ഉദ്ദേശിക്കുന്നത്? പൊതുസേവകരുടെ അഴിമതി നിരോധിക്കുക അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വകുപ്പ് 2A എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എന്താണ് എലക്ഷൻ, അതായത് ഈ ഒരു നിയമം എന്താണ് എലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പൊതുസേവകർ ഏതെങ്കിലും രീതിയിൽ അഴിമതിയിൽ പെട്ടാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നിയമത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തോടു കൂടി നിങ്ങൾ കണ്ടാൽ മതി. അതായത് പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ എലക്ഷൻ, അതുപോലെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള എലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള എലക്ഷൻ, അതുപോലെ തന്നെ ഒരു പൊതു അധികാരിയെ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു പ്രമോഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ അഴിമതി നടത്തുകയാണ്, അല്ലെങ്കിൽ ബ്രൈബറി, കൈക്കൂലി കൊടുക്കുകയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പൊതു അധികാരിയുടെ തെരഞ്ഞെടുപ്പ്, അയാളെ ഒരു പുതിയ തസ്തികയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട്, ജോലി വാഗ്ദാനവുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അത്തരത്തിലുള്ള എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് അഥവാ എലക്ഷൻ എന്ന ഒരു പദം ഈ പറയുന്ന നിയമം നിർവചിക്കുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വകുപ്പ് 2A എലക്ഷൻ എന്ന വേർഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഏതൊക്കെ എലക്ഷൻ വരുന്നു, ഏതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന എലക്ഷൻ, ഈ ഒരു എലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അഴിമതി, കൈക്കൂലി തുടങ്ങിയവ സ്വാഭാവികമായിട്ടും നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിശോധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വകുപ്പ് 2C. വകുപ്പ് 2C പ്രകാരം നമ്മളിപ്പോൾ വകുപ്പ് 2A പ്രകാരം എലക്ഷൻ എന്നുള്ള വേർഡിനുള്ള ഡെഫിനിഷനാണ് കൊടുത്തെങ്കിൽ വകുപ്പ് 2C പൊതുസേവകൻ അഥവാ പബ്ലിക് സെർവൻറ്റ് എന്നുള്ള ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പദത്തിൻ്റെ പരിധിയിൽ MP, MLA, മന്ത്രിമാർ എന്നിവരെ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് 1988 അഴിമതി നിരോധന നിയമം MP, MLA മാർ, മന്ത്രിമാർ എന്നിവരെ ബാധിക്കുന്നതേ അല്ല. പക്ഷേ അവരുടെ എലക്ഷനുമായി ബന്ധപ്പെട്ട്, അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, ലോക്സഭ, രാജ്യസഭ, അതായത് പാർലമെന്റ് എലക്ഷൻ, സംസ്ഥാന നിയമസഭ എലക്ഷൻ എന്നിവിടങ്ങളിലൊക്കെ എലക്ഷൻ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ കൈക്കൂലി അല്ലെങ്കിൽ അഴിമതി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്ന പബ്ലിക് സർവൻസിനെ നമുക്ക് ശിക്ഷിക്കാനുള്ള വകുപ്പ് ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എലക്ഷൻ എന്നുള്ളത് എന്തുകൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എന്നാൽ പബ്ലിക് സർവൻറ്റ് എന്ന് പറയുന്ന ഒരു പദത്തിൽ ആര് വന്നിട്ടില്ല? MP, MLA, മന്ത്രിമാർ വന്നിട്ടില്ല. അപ്പോൾ അവരെ സേഫ് ആക്കിയിട്ടുണ്ട്. ഈ പറയുന്ന നിയമം അവർക്ക് ബാധകമേ അല്ല. പക്ഷെ ആർക്കാണ് ബാധകമാകുന്നത്? അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ ആരെ മുന്നിൽ നിർത്തിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും പബ്ലിക് സർവൻസിനെ മുന്നിൽ നിർത്തിയായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെ? അതുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ തലത്തിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർ, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് അംഗങ്ങൾ, പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെ ജഡ്ജിമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർവകലാശാല ഉദ്യോഗസ്ഥർ, വൈസ് ചാൻസലർ, പ്രൊഫസർ ഉൾപ്പെടെ തുടങ്ങിയവർ പൊതുസേവകരുടെ പരിധിയിൽ വരുന്നു. ഈ പറയുന്ന ആളുകൾക്കാണ് നമ്മുടെ അഴിമതി നിരോധന നിയമം ബാധകമായിട്ടുള്ളത്. അപ്പോൾ വകുപ്പ് 2A എന്താണ് എലക്ഷൻ എന്ന് ഡിഫൈൻ ചെയ്തു. ഏതൊക്കെ എലക്ഷനുമായി ബന്ധപ്പെട്ട കൈക്കൂലി അല്ലെങ്കിൽ അഴിമതിയുമായി വ്യവസ്ഥകൾ ഈ പറയുന്ന നിയമത്തിൽ ബാധകമാണ് എന്നുള്ളത് പറയുന്നു. കൂടാതെ വകുപ്പ് 2C ആരാണ് ഒരു പൊതുസേവകൻ എന്ന് പറയുന്നു. ആ പൊതുസേവകൻ എന്ന് പറയുന്ന ആ ഒരു പദത്തിൽ MP, MLA, മന്ത്രിമാർ വരുന്നില്ല. അവർക്ക് ഈ ഒരു നിയമം ബാധകമല്ല. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് അംഗങ്ങൾ, പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെ ജഡ്ജിമാർ, നമ്മുടെ ന്യായാധിപന്മാർ, അതുപോലെ തന്നെ സർവകലാശാല ഉദ്യോഗസ്ഥർ. സർവകലാശാല ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള സ്ഥാപനമാണ്. സർവകലാശാലയിലെ ഉദ്യോഗസ്ഥർ, വൈസ് ചാൻസലർ, പ്രൊഫസർമാർ ഉൾപ്പെടെ ഈ ഒരു നിയമത്തിൽ പബ്ലിക് സർവൻ്റ് എന്നുള്ള പരിധിയിൽ വരുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്ന ഏതൊരു അഴിമതിയും ഈ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ വരികയും ആവശ്യമായിട്ടുള്ള ശിക്ഷയും പിഴയും അവർക്ക് ബാധകമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. സോ വകുപ്പ് 2A, വകുപ്പ് 2C. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ PSC ഒരൊറ്റ തവണയെ ചോദിച്ചിട്ടുള്ളത് ടോപ്പ് ക്ലാസ്
സംഗതിയായിരുന്നു. അതായത് 2003 മെക്സിക്കോയിൽ വെച്ച് UN ഒരു കൺവെൻഷൻ നടത്തി. അതായത് UN കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സമ്മേളനം, അതായത് അഴിമതിക്ക് എതിരായ ഒരു സമ്മേളനം 2003 UN എവിടെ വെച്ചാണ് നടത്തിയത് എന്നുള്ളത് PSCയുടെ ചോദ്യമായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ബ്രസീൽ, അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് വരും. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഓപ്ഷനാണ് മെക്സിക്കോ, അല്ലെങ്കിൽ ആരും അത് ശ്രദ്ധിച്ച് കാണത്തില്ല. ഉത്തരം മെക്സിക്കോ ആയിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ഏതാണ് ദിനമെന്നുള്ളത് അതും PSC ചോദ്യമായിരുന്നു. ഓക്കെ, December 9. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ പറയുന്ന December 9 ആവാൻ കാരണം ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റ് ആയതുകൊണ്ടാണ് December 9 അന്താരാഷ്ട്ര, ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്ത് തന്നെ ആയാലും 2003 UN, അതായത് UN-ന്റെ നേതൃത്വത്തിൽ നടത്തിയ അഴിമതിക്കെതിരായ സമ്മേളനത്തിൻ്റെ ഭാഗമായി ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള പ്രൊവിഷൻസ് അഥവാ വ്യവസ്ഥകൾക്ക് ബാധകമായിട്ടാണ് ഇന്ത്യയിൽ നമ്മുടെ അഴിമതി വിരുദ്ധ ദിനം, അഴിമതി നിരോധന നിയമം 2013-ലും 2018-ലും ഭേദഗതികൾ ചെയ്തത്. ഭേദഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമെൻമെൻറ്റുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാർലമെൻറ്റിനാണ് ഇത് ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത്. സോ ഓർത്തുകൊള്ളുക, നമ്മുടെ രാജ്യത്ത് അഴിമതി നിരോധന നിയമം 88-ൽ പാസാക്കി 2013-ലും 2018-ലും ഈ പറയുന്ന നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ഭേദഗതികൾ, അമെൻമെൻറ്റുകൾ വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2003-ലെ UN-ന്റെ അഴിമതിക്കെതിരായ സമ്മേളനത്തിൻ്റെ ഭാഗമായി ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടുള്ള, പ്രൊവിഷൻസിന് അനുസൃതമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന അമെൻമെൻറ്റുകൾ 2013-ലും 2018-ലും കൊണ്ടുവന്നിട്ടുള്ളത്. 2013-ലെ ഭേദഗതി പ്രകാരം കൈക്കൂലി കൊടുക്കൽ അഥവാ ബ്രൈബറി ശിക്ഷാർഹമായ കുറ്റമാക്കി. ഓക്കെ, അപ്പോൾ കൈക്കൂലി വാങ്ങുക എന്നുള്ളത് ശിക്ഷാർഹമാണെന്നുണ്ടെങ്കിൽ കൈക്കൂലി കൊടുക്കുക എന്നുള്ളതും ശിക്ഷാർഹമാക്കണമെന്നുള്ളത് UN കൺവെൻഷൻ്റെ ഭാഗമായിട്ട് എടുത്ത ഒരു പ്രൊവിഷനാണ്. ഇന്ത്യ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലൊരു കൺവെൻഷൻ ലോകരാജ്യങ്ങൾക്കിടയിൽ മെക്സിക്കോയിൽ വെച്ച് 2003-ൽ നടത്തുകയും കൺവെൻഷന്റെ ഭാഗമായിട്ടുള്ള ഉടമ്പടി, അതായത് എഗ്രിമെന്റ് 2005-ലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ശേഷം 2013, 2018 എന്നീ 2 വർഷങ്ങളിൽ ഇന്ത്യയിൽ അഴിമതി നിരോധന നിയമത്തിൽ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രൈബറി അഥവാ കൈക്കൂലി കൊടുക്കൽ ഒരു കുറ്റമാക്കി മാറ്റി. കൈക്കൂലി വാഗ്ദാനം ലഭിച്ച വ്യക്തി ഈ സംഭവത്തെ 7 ദിവസത്തിനുള്ളിൽ നിയമപാലകരെ റിപ്പോർട്ട് ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരു പൊതു സേവകന് ആരെങ്കിലും ചെന്ന് ഒരു കൈക്കൂലി വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും 7 ദിവസത്തിനുള്ളിൽ നിയമപാലകരെ അറിയിച്ചിരിക്കണം. വിജിലൻസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസിലോ അത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ 2013-ലെ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ള സുപ്രധാന മാറ്റം. ഇനി 2018-ലെ ഭേദഗതി പ്രകാരം അഴിമതി നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ 3 മുതൽ 7 വർഷം വരെ തടവിനും പിഴ ശിക്ഷയ്ക്കും ബാധ്യസ്ഥനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മിനിമം തടവ് 3 വർഷം, മാക്സിമം തടവ് 7 വർഷം. ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, സോ ശ്രദ്ധിക്കണം, അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അഴിമതി നിരോധന നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മിനിമം 3 വർഷം, മാക്സിമം 7 വർഷം വരെ തടവ് ലഭിക്കുന്നതാണ്. കൂടാതെ പിഴയും ലഭിക്കും. പിഴ എന്ന് ഇവിടെ പറയുന്നില്ല, പിഴ എന്ന് എത്രയാണെന്ന് പറയുന്നില്ല, അത് ജഡ്ജി തീരുമാനിക്കും. ഓക്കെ, ഇനി ക്രമവിരുദ്ധമായി സമ്പാദിച്ചതെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്യും. കൂടാതെ കഴിവതും 2 വർഷത്തിനുള്ളിൽ അന്വേഷണവും വിചാരണയും, ദാറ്റ് മീൻസ് എൻക്വയറിയും ട്രയലുമൊക്കെ 2 വർഷത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ എന്തെങ്കിലും മതിയായ കാരണങ്ങളുണ്ട് എങ്കിൽ, അതായത് 2 വർഷം കഴിഞ്ഞ് മതിയായ കാരണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തുടർന്നുണ്ടാവുന്ന ഓരോ 6 മാസത്തിലും ഈ പറയുന്ന എക്സ്റ്റൻഷൻ വാങ്ങിച്ചുകൊണ്ട് മാക്സിമം 4 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒരു അഴിമതി കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയിൽ അന്വേഷണവും ട്രയലും, അന്വേഷണം എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണം, ട്രയൽ നടത്തുന്നത് കോടതിയിലാണ്. ഈ പറയുന്ന അന്വേഷണവും വിചാരണയും ട്രയലും 2 വർഷത്തിനുള്ളിൽ തീർക്കണമെന്നാണ് നിയമം പറഞ്ഞിരിക്കുന്നതെങ്കിലും ഈ 2 വർഷം കഴിഞ്ഞ് മതിയായ എന്തെങ്കിലും കാരണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ 6 മാസവും എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. അങ്ങനെ മാക്സിമം 4 തവണ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ തന്നെ 2 വർഷം എക്സ്ട്രാ കൂടി വരുന്നുണ്ട് അല്ലേ?
അങ്ങനെ മൊത്തം രണ്ടും 4 വർഷം വരെ മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ ഇത് നീട്ടി കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു നിയമപ്രകാരം 2 വർഷത്തിനുള്ളിൽ അന്വേഷണവും വിചാരണയും തീർത്തിരിക്കണം. ചില മതിയായ കാരണങ്ങൾ, അതായത് എവിഡൻസ് കളക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വരുന്ന അവസരത്തിൽ, കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്ന ചുരുളഴിയുന്ന അവസരത്തിലൊക്കെ ഈ പറയുന്ന രീതിയിൽ 4 വർഷം വരെ ഇത് നീട്ടി നൽകാം. പക്ഷേ 2 വർഷത്തിന് ശേഷം ഓരോ 6 മാസവും എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ഓരോ 6 മാസമാണ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. അല്ലാതെ ഒറ്റ അടിക്ക് 1 വർഷമെന്നോ അല്ലെങ്കിൽ 2 വർഷമോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. 2 വർഷം കഴിഞ്ഞ് ഓരോ 6 മാസവും എക്സ്റ്റെൻഡ് ചെയ്ത് മാക്സിമം 4 വർഷം വരെ ഈ പറയുന്ന അന്വേഷണവും വിചാരണയും കഴിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വകുപ്പ് 17A പുതുതായിട്ട് ഭേദഗതി പ്രകാരം ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. വകുപ്പ് 17A പ്രകാരം അധികാരികളുടെ മുൻകൂർ സമ്മതമില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പൊതുസേവകർ വിരമിച്ചവരായാൽ കൂടിയും അവർക്കെതിരെ അന്വേഷണം ആരംഭിക്കാൻ കഴിയുന്നതല്ല. അതായത് നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കറിയാം, അവർ സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോൾ അവർക്കെതിരെ അല്ലെങ്കിൽ ഈ ഉദ്യോഗത്തിൽ ഇരുന്ന് വിരമിച്ചവർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം ആരംഭിക്കണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തരത്തിൽ ഉള്ളവരായിരിക്കണം എന്നുള്ളത് നിയമം പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും ഒരു പൊതു സേവകന്റെ പേരിൽ ഒരു അഴിമതി ആരോപണമുണ്ട്, അത് അന്വേഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അധികാരികളുടെ മുൻകൂർ സമ്മതം വേണം. ഫോർ എക്സാമ്പിൾ, പോലീസിൽ ഒരു സബ് ഇൻസ്പെക്ടറിനെതിരെ ഒരു കേസ് വന്നു, അഴിമതി ആരോപണം വന്നു. സ്വാഭാവികമായിട്ടും അയാൾക്കെതിരെ അഴിമതി ആരോപണം വന്നു, ഉടനടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അയാളെ പിടിച്ച് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ അന്വേഷണം ആരംഭിക്കുവാനോ കഴിയത്തില്ല. അപ്പോൾ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ, അപ്പോൾ പോലീസ് ആണെന്നുണ്ടെങ്കിൽ DGP അല്ലെ, പോലീസിന്റെ ചീഫ്, DGP ആണ് അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് DGP ആണ്, അല്ലാതെ മന്ത്രിയല്ല അല്ലേ. അപ്പോൾ DGPയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഒരു കോൺസ്റ്റബിളിനെതിരെ ആണെങ്കിലും ഒരു അഴിമതി ആരോപണം ഉയർന്നാൽ അന്വേഷണത്തിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ അധികാരി നമ്മുടെ ഈ പറയുന്ന ജോലി കിട്ടുമ്പോൾ നമ്മുടെ അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുമല്ലോ, അഡ്വൈസ് ലെറ്റർ PSC എന്നാണ് കിട്ടുന്നത്. അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുമ്പോൾ അപ്പോയിൻമെന്റ് ഓർഡറിൽ ആരാണ് നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് കാണിച്ചിരിക്കും. ആരാണ് നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി? ഓക്കെ, ആ അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ അധികാരം സമ്മതമില്ലാതെ ഈ ഒരാൾക്കും നമുക്കെതിരെ ഒരു അന്വേഷണവും നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. ഓക്കെ, അതാണ് വകുപ്പ് 17A പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2013-ലെയും 2018-ലെയും ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെക്സിക്കോയിൽ വെച്ച് നടന്ന, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെക്സിക്കോ, UN-ന്റെ 2003-ലെ അഴിമതിക്കെതിരായുള്ള സമ്മേളനത്തിൻ്റെ, അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ അഗെയിൻസ്റ്റ് കറപ്ഷൻ വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ് നമ്മുടെ രാജ്യത്ത് അഴിമതി നിരോധന നിയമത്തിൽ ഭേദഗതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ, സമ്മേളനത്തിന്റെ ഭാഗമായ ഉടമ്പടി അഥവാ എഗ്രിമെന്റ് ഒപ്പുവെക്കപ്പെട്ടു. അംഗരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ അംഗരാജ്യങ്ങളാണ്. ഈ പറയുന്ന ഉടമ്പടി അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് അതിനനുസൃതമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് 2013-ലും 2018-ലും അല്ലെ അതായത് കൈക്കൂലി കൊടുക്കൽ, ബ്രൈബറി, 2013-ലെ ഭേദഗതി പ്രകാരം കൈക്കൂലി കൊടുക്കൽ, ബ്രൈബറി ഒരു കുറ്റമാക്കി മാറ്റി. 2018-ലെ ഭേദഗതിയിലൂടെ മിനിമം 3 വർഷം മാക്സിമം 7 വർഷം വരെ തടവും അതുപോലെ പിഴയും ലഭിക്കാവുന്ന ശിക്ഷയാക്കി മാറ്റുകയും ചെയ്തു. മാത്രമല്ല പുതുതായിട്ട് മീൻസ് അവർ സമ്പാദിച്ചതെല്ലാം കണ്ടുകിട്ടാനും സാധിക്കും. പുതുതായിട്ട് വകുപ്പ് 17A ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പൊതുസേവകർക്ക് എതിരെയായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്നതിന്, അല്ലെങ്കിൽ അവർ വിരമിച്ചവരായാൽ കൂടിയിട്ടും അവരുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരായിരുന്നോ അവരിൽ നിന്നും മുൻകൂർ സമ്മതത്തോടു കൂടി മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു നമ്മുടെ ഉടമ്പടി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പുവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 9 ഡിസംബർ 2003 ഈ പറയുന്ന ഉടമ്പടിയിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 9 ഡിസംബർ നമ്മുടെ അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനമായിട്ട്, ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉടമ്പടി എന്നാൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്, അതായത് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 14 ഡിസംബർ 2005 ആണ്. അത് പക്ഷേ 2005-ലാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണം, കൺവെൻഷൻ അഥവാ സമ്മേളനം
എഗ്രിമെന്റ് അഥവാ ഉടമ്പടി അല്ലേ. അപ്പോൾ 2003 UN കൺവെൻഷൻ എഗെയിൻസ്റ്റ് കറപ്ഷന്റെ ഭാഗമായിട്ട് മെക്സിക്കോയിൽ വെച്ച് നടന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിട്ടുള്ള ഉടമ്പടി എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത് 9 ഡിസംബർ 2003. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലോകരാജ്യങ്ങൾ 9 ഡിസംബർ അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് 2005 14 ഡിസംബർ 2005. ഇനി നിയമത്തിലെ മറ്റ് പ്രധാന വസ്തുതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, വകുപ്പ് 3 പ്രകാരം ശിക്ഷാർഹമായ കുറ്റങ്ങളെ വിചാരണ ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പ്രത്യേക ജഡ്ജിമാരെ നിയമിക്കാം. അപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ശിക്ഷാർഹമായ കുറ്റങ്ങൾ ട്രയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ജഡ്ജിമാരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ കാര്യത്തിലാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ ജഡ്ജിയെ നിയമിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ കാര്യത്തിലാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു സ്പെഷ്യൽ ജഡ്ജിയെ നിയമിക്കാം. സെഷൻസ് ജഡ്ജി, അഡീഷണൽ അഥവാ അസിസ്റ്റന്റ് ജഡ്ജി എന്നീ തസ്തികയിലുള്ളവരെയാണ് പ്രത്യേക ജഡ്ജി ആയിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെഷൻസ് ജഡ്ജി അല്ലെങ്കിൽ അഡീഷണൽ ഓർ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി റാങ്കിലുള്ളവരെയാണ് പ്രത്യേക ജഡ്ജിയായിട്ട് സ്പെഷ്യൽ ജഡ്ജായിട്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രയൽ ചെയ്യുന്നതിന് നിയമിക്കുന്നത്. പ്രത്യേക ജഡ്ജിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിലും തുടർന്ന് അന്തിമ അപ്പീൽ സുപ്രീം കോടതിയിലും നൽകാവുന്നതാണ്. ഈ ജഡ്ജി പുറപ്പെടുവിക്കുന്ന വിധിക്കെതിരെ നമുക്ക് ഹൈക്കോടതിയിലും നമുക്ക് അനുകൂലമല്ലെങ്കിൽ സുപ്രീം കോടതിയിലുമൊക്കെ അന്തിമ അപ്പീലിനായിട്ട് പോകാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന പ്രത്യേക ജഡ്ജി പുറപ്പെടുവിക്കുന്ന വിധി അന്തിമമല്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അതെന്ത് ചെയ്യാം, അപ്പീൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അഴിമതി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കോടതിയുടെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രമാത്രം വലിയ ഒരു കുറ്റമാണ് അഴിമതി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. അതായത് കോടതിയുടെ വാറണ്ട് ഇല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കണം, പൊതുസേവകരെയാണ് ഇവിടെ അറസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല കൈക്കൂലി കൊടുക്കുന്നതും കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള പബ്ലിക് വേറെയുണ്ട്, ആളുകളുണ്ട്, അവരെയും അറസ്റ്റ് ചെയ്യാം. പക്ഷേ ശ്രദ്ധിച്ചോളണം, നമ്മൾ എന്താ പഠിച്ചത്? 2018 ഭേദഗതി നിയമത്തിൽ ഒരു ഭേദഗതി വന്നു 2018. അത് പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പുണ്ട്, വകുപ്പ് 17A. ഈ സാധാരണ ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നതിലൊന്നും ആരും ഒന്നും ചോദിക്കാനോ ആരുടെയും അനുമതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമില്ല. പക്ഷെ പൊതുസേവകരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ നിയമിച്ച അതോറിറ്റി അല്ലെങ്കിൽ അധികാരി ആരാണോ അവരിൽ നിന്നും അനുവാദം മേടിച്ചിട്ടേ പിടിച്ചിടാനും അന്വേഷണം ആരംഭിക്കാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അത് മനസ്സിൽ കരുതിക്കൊള്ളണം. അപ്പോൾ ആരൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറയാം? പോലീസ് ഇൻസ്പെക്ടർ അഥവാ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ, അത് ഡൽഹി പ്രദേശത്താണ്. അതായത് ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയാണ്. അപ്പോൾ ഡൽഹി പ്രദേശത്ത് ഇത്തരത്തിൽ അവിടെ ഒരു അഴിമതി ആരോപണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലീസ് ഇൻസ്പെക്ടർ അഥവാ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തിയെ വേണം. അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് സർക്കാരിന് നിയമിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സർക്കാരിന് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ അഥവാ CA റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കുന്നത് ഡൽഹി പ്രദേശത്ത്. ഇനി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെയാണ് മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ, അല്ലെ വലിയ വലിയ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ പോലുള്ള, ബാംഗ്ലൂർ പോലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, അതായത് മറ്റ് പ്രദേശങ്ങളിൽ DYSP റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്, അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള വ്യക്തിക്ക് അന്വേഷണ ചുമതല കൊടുക്കില്ല. ഡൽഹി പ്രദേശമാണെങ്കിൽ CI അഥവാ പോലീസ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തി, മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ പ്രദേശങ്ങളിൽ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മറ്റു പ്രദേശങ്ങളിൽ DYSP റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഈ പറയുന്ന അന്വേഷണ ചുമതല കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരുകളാണ്. ഓക്കെ, സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സംസ്ഥാന സർക്കാർ, കേന്ദ്രമാണെങ്കിൽ കേന്ദ്ര സർക്കാർ.
ഇനി വകുപ്പ് 6 എന്താണ് പറയുന്നത് നോക്കാം. വകുപ്പ് 6 പ്രകാരം കുറ്റവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുടെ പൂർണ്ണവും യാഥാർത്ഥ്യവുമായ വെളിപ്പെടുത്തൽ നടത്തുന്ന വ്യക്തികളോട് പ്രത്യേക ജഡ്ജിക്ക് മാപ്പ് നൽകാം. അപ്പോൾ ആരെങ്കിലും അഴിമതി മേടിച്ചിട്ടുണ്ട് അഴിമതി നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും പ്രത്യേക ജഡ്ജിയുടെ കാലിൽ വീണ് മാപ്പ് പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ പ്രത്യേക ജഡ്ജിക്ക് ഇയാൾക്ക് മാപ്പ് നൽകാം എന്നും കൂടി പറയുന്നുണ്ട്. അത് ഇത്തരത്തിൽ അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാന ഒരു ഇതിൽ ഒന്ന് രക്ഷപ്പെടണം, ജയിലിൽ കിടക്കണ്ട, വന്ന് മാപ്പ് പറഞ്ഞ് എല്ലാം വെളിപ്പെടുത്തി കയ്യിലെ കറ കഴുകിക്കളയാമെന്ന് വിചാരിക്കുന്നവർക്ക് നമ്മുടെ നിയമം അത്തരത്തിലൊരു വ്യവസ്ഥയും കൊടുത്തിട്ടുണ്ട്. വകുപ്പ് 6 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വകുപ്പ് 6 ഈ ഒരു നമ്മുടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഒക്കെ UPSC പരീക്ഷകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം എത്തിക്സ് എന്ന് പറയുന്നൊരു സംഗതി, എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ UPSC ചോദിച്ചിട്ടുണ്ട്. സ്ഥിരം മാത്രമല്ല, നമ്മുടെ ഈ ഒരു നിയമത്തിൽ സ്ഥിരം കുറ്റവാളി, അതായത് ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ തടവ് ലഭിക്കും. ഇത് 10 വർഷം വരെ നീട്ടാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കണം. പൊതുസേവകർക്കുള്ള തടവ് ശിക്ഷ എന്തായിരുന്നു 2018 നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നത്? കുറഞ്ഞത് 3, കൂടിയത് 7 വർഷം. എന്നാൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ, അഴിമതി നടത്തുന്നത് അവൻ്റെ ഒരു ഹാബിറ്റാണ്, അത്രക്കാർക്ക് 5 വർഷത്തെ തടവ് ശിക്ഷ നൽകാം. മിനിമം 5, മാക്സിമം 10. ഓക്കെ. പരാതി നൽകുന്നവർക്ക്, ഇതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ്, പരാതി നൽകുന്നവർക്ക് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആവശ്യമായ സംരക്ഷണ നിയമം ഉറപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഒരു ADM നവീൻ ബാബു, അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ അറിയാം. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ഇനി സീക്രട്ടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് കൊടുത്തതെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അറിയാൻ പറ്റും. കാരണം ആർക്കെതിരെയാണോ പരാതി നൽകുന്നത് സ്വാഭാവികമായിട്ടും അന്വേഷിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ പരാതി കൊടുക്കുന്നവൻ്റെ പേരും അഡ്രസ്സും ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സീക്രട്ടാക്കി വയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതൊരു പോരായ്മയായിട്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. ഇനി ഭാരതീയ ന്യായ സംഹിത, നിങ്ങൾക്കറിയാം 1860 IPC ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലെ പറയുന്ന പഴയ സംവിധാനത്തെയൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞ് 2023 ഭാരതീയ ന്യായ സംഹിത പാർലമെന്റ് പാസാക്കി 2024 ജൂലൈ 1 നിലവിൽ കൊണ്ടുവന്നപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പ് 170ഉം 173ഉം നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുതുമയോടുകൂടി പുതുതായിട്ടായിരിക്കും ഇത് പഠിക്കുന്നത്. ഇതിനു മുന്നേ നിങ്ങൾ പഠിച്ച് കാണത്തില്ല. വകുപ്പ് 170 എന്താണ് കൈക്കൂലി അഥവാ ബ്രൈബറി എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, വകുപ്പ് 170 എന്താണ് കൈക്കൂലി ബ്രൈബറി എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തിയുടെ അവകാശമാണ്, അവരുടെ സർവീസ്, അവരുടെ റൈറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫയല്, നമ്മുടെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ഫയല് അത് ഇങ്ങനെ നീങ്ങാതെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ പൂഴ്ത്തി വച്ചിരിക്കുകയാണ്, അതൊന്ന് ചെയ്ത് കിട്ടാനായിട്ട് നമ്മൾ 5 or 10 കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊതുസേവകന് നമ്മൾ കൈക്കൂലി കൊടുക്കുകയാണ്, എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ അയാൾ ആ പ്രതിഫലം വാങ്ങുകയാണ്, അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രതിഫലങ്ങളെയാണ് ബ്രൈബറി അഥവാ കൈക്കൂലി എന്ന് പറയുന്നത്. അപ്പോൾ എത്തരത്തിലുള്ള പ്രതിഫലങ്ങൾ, ഈ പറയുന്ന പ്രവൃത്തികളാണ് കൈക്കൂലി അഥവാ ബ്രൈബറി എന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന വകുപ്പാണ് വകുപ്പ് 170. ഇനി വകുപ്പ് 173. ഓക്കെ. നമ്മുടെ അഴിമതി നിരോധന നിയമം ഒരു സൈഡിലുണ്ട്. ഇനി അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ടല്ല നമ്മൾ ഈ BNSലെ വകുപ്പുകൾ പഠിക്കുന്നത്. അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ടല്ല, അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. ശ്രദ്ധിക്കണം, അഴിമതി നിരോധന നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള വകുപ്പുകളല്ല നമ്മളിപ്പോൾ പഠിക്കുന്നത്. അഴിമതി നിരോധന നിയമം പഠിച്ചു കഴിഞ്ഞു. ഇനി അഴിമതിയുമായി ബന്ധപ്പെട്ട് BNSൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ BNSലെ 173ാമത്തെ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് കൈക്കൂലിക്കുള്ള ശിക്ഷ 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടി ലഭിക്കാവുന്നതാണ്. അപ്പോൾ ബ്രൈബറി എന്ന് പറയുന്ന ഒരു ഒഫൻസ് ചെയ്യുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാം,
1 വർഷം വരെ, മാക്സിമം 1 വർഷം വരെ തടവും അല്ലെങ്കിൽ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ലഭിക്കാവുന്നതാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ ഇനിയൊരു കൈക്കൂലി കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എന്താണ്? നമ്മുടെ 1988 അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെ. കുറഞ്ഞത് 3 വർഷം, മാക്സിമം 7 വർഷം വരെ തടവ് ലഭിക്കാം. കൂടാതെ ഒരു ഹാബിച്വൽ ഒഫൻഡറിന് കുറഞ്ഞത് 5 വർഷം, മാക്സിമം 10 വർഷം വരെ തടവ് ലഭിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ BNS-ലെ വകുപ്പുകളും അവർ ചേർക്കും. BNS-ലെ അതായത് ഏറ്റവും കൂടിയ ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് BNS-ലെ വകുപ്പ്. BNS-ലെ വകുപ്പ് 170 പ്രകാരം എന്താണ് കൈക്കൂലി എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൈക്കൂലിക്കുള്ള ശിക്ഷ എന്താണെന്ന് 173 പറയുന്നുണ്ട്. മാക്സിമം 1 വർഷം തടവ് അല്ലെങ്കിൽ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടി. പിഴ എത്രയാണെന്ന് പറയുന്നത് ആ ജഡ്ജിയാണ് തീരുമാനിക്കുന്നത്. BNS-ൽ പറയുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് ഈ പറയുന്ന കൈക്കൂലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ എന്ത് ചെയ്യാം? ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് കൈക്കൂലിയുമായി ബന്ധപ്പെട്ട കേസുകൾ ട്രയൽ ചെയ്യാം. അഴിമതി നിരോധന നിയമത്തിൽ പറയുന്നത് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ പ്രത്യേക ജഡ്ജിമാരെ അവിടെ പരിഗണിക്കാം അല്ലേ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിക്കോളണം. ഇതെല്ലാം ഓപ്ഷൻസ് ആണ്. ഓക്കെ, മാത്രമല്ല ലീഗലി ബൈൻഡിങ് ആണ്. ഇനി അതുപോലെ തന്നെ ഭക്ഷണം, ഫുഡ്, പാനീയം, ഡ്രിങ്ക്, വിനോദം, എൻ്റർടൈൻമെൻറ്റ് കാശായിട്ട് കൊടുക്കണ്ട, ഫുഡായിട്ട് കൊടുത്താൽ മതി. പാനീയം, ആൽക്കഹോളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ വിനോദം, എൻ്റർടൈൻമെൻറ്റ്. നമ്മുടെ കാര്യത്തിന് കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥന് 5 ദിവസത്തേക്ക് ഫാമിലി ട്രിപ്പ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തടവില്ല, പകരം പിഴ ശിക്ഷ മാത്രമാണ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടിയിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഈ ഒരു കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് പഠിച്ചതുകൊണ്ട് ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതിനപ്പുറം പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് ലോക്പാൽ, ലോകായുക്ത, CBI, പിന്നെ അതിനുശേഷം മണി ലോണ്ടറിങ്ങും ED-യും GST ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാത്തിരിക്കുക. നന്ദി.